നമസ്കാരം. പ്രധാന വാർത്തകൾ. കെഎസ്ആർടിസിയിൽ മദ്യപിച്ച് പിടിയിലായവർക്ക് തിരിച്ചുവരാൻ അവസരം. ഒറ്റത്തവണ മാപ്പ് പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി. തിരുവനന്തപുരം. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയതിന്റെ പേരിൽ കെഎസ്ആർടിസിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഡ്രൈവർമാർക്ക് സർവീസിലേക്ക് മടങ്ങിവരാൻ വഴിതെളിയുന്നു. ഒറ്റത്തവണ മാപ്പ് എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിൽ 500ഓളം ഡ്രൈവർമാരെ തിരിച്ചെടുക്കാൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. ഡ്രൈവർമാരുടെ കടുത്ത ക്ഷാമം മൂലം സർവീസുകൾ മുടങ്ങുന്നത് ഒഴിവാക്കാനാണ് മാനുഷിക പരിഗണനയോടെയുള്ള ഈ അസാധാരണ നീക്കം. പ്രധാന വിവരങ്ങൾ. നടപടി നേരിട്ടത് 650 പേർ, തിരിച്ചുവരുന്നത് 500. കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ കർശന പരിശോധനയിൽ 650 ഡ്രൈവർമാരെയാണ് നടപടിക്ക് വിധേയമാക്കിയത്. ഇതിൽ അപകടങ്ങൾ വരുത്താത്തവരും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ 500 പേർക്കാണ് ഇളവ്. ബാക്കി 150 പേർക്കെതിരെയുള്ള നടപടി തുടരും. പിഴ ശിക്ഷ. തിരിച്ചെടുക്കുന്ന ഓരോ ഡ്രൈവറും 5000 രൂപ പിഴയായി കെഎസ്ആർടിസി ഫണ്ടിലേക്ക് അടയ്ക്കണം. കർശന നിരീക്ഷണം. 2026 ജനുവരി മുതൽ തിരിച്ചെടുക്കുന്നവർ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും. ഓരോ ട്രിപ്പിന് മുൻപും ബ്രീത്ത് അനലൈസർ പരിശോധന നിർബന്ധമാണ്. എന്തുകൊണ്ട് ഈ തീരുമാനം? രൂക്ഷമായ ഡ്രൈവർ ക്ഷാമം. ഡ്രൈവർമാരുടെ കുറവ് മൂലം പ്രതിദിനം 350 മുതൽ 450 വരെ ഷെഡ്യൂളുകൾ കേരളത്തിലുടനീളം റദ്ദാക്കപ്പെടുന്നു. വിരമിക്കൽ. കഴിഞ്ഞ 2 വർഷത്തിനിടെ 2800ഓളം ജീവനക്കാർ വിരമിച്ചതും പുതിയ നിയമനം നടക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി. സാമ്പത്തിക നേട്ടം. 500 പേർ കൂടി തിരിച്ചെത്തുന്നതോടെ സർവീസുകൾ പുനരാരംഭിക്കാനും പ്രതിദിന വരുമാനത്തിൽ 30 ലക്ഷം രൂപയുടെ വരെ വർധനവുണ്ടാക്കാനും സാധിക്കും. മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇതൊരു അവസാന അവസരമാണ്. ഒരു തവണത്തേക്ക് ക്ഷമിക്കുന്നു. പക്ഷേ യാത്രക്കാരുടെ ജീവൻ വച്ച് പന്താടാൻ ആരെയും അനുവദിക്കില്ല. രണ്ടാമതൊരു അവസരം ആർക്കും നൽകില്ല.